ഈ പ്രോഗ്രാമുകളൊക്കെയും കഥാപ്രദാസത്തിൽ മൊത്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പ്രോഗ്രാമുകൾ നടത്തുവാനായി ഗിലിയാദ് ഹൗസിന്റെ ലീഡറായിരിക്കുന്ന ബാബു വർഗീസ് അവരുടെ മുൻപോട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം കരുണാസമനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനാണ് താഴെ ഇവിടെ CM ഹോസ്റ്റ് ചെയ്യുന്നത് ഗിലിയാദ് ഹൗസ് ആണല്ലോ. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിട്ട് MK തോമസ് അവരെ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് തീം സോങ് എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ടു മേക്ക് എ പേഴ്സൺ ഫിറ്റ്, എനർജറ്റിക്, enthusiastic and zealous in spiritual activities. ആത്മീയ തലത്തിൽ നിങ്ങളെ ഉജ്ജ്വലന്മാരും മിടുമിടുക്കന്മാരും സാമർഥ്യമുള്ളവരുമാക്കി തീർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതിന് ഇങ്ങനെയുള്ളതായ വേദികൾ, ഇങ്ങനെയുള്ള കൂടിവരവുകൾ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. You can express, you can show your own caliber, innate ability, നിങ്ങളുടെ എഫിഷ്യൻസി, നിങ്ങളുടെ കഴിവ് ഒക്കെയും പ്രകടിപ്പിക്കുവാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂത്ത് മീറ്റിംഗ്. Psalms recitation, Gilead Sisters. Bible quiz chapter, the book of Deuteronomy, chapter right from 21 to 25. Brother Anil. മൂന്ന് ഹൗസുകളെ ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രോൺ A, ബെഥേൽ B, ഗിലെയാദ് C. ഹെബ്രോൺ A, ബെഥേൽ B, ഗിലെയാദ് C. ആവർത്തനം 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളെ അടിസ്ഥാനപ്പെടുത്തി
ഹെബ്രോൺ ഹൗസിന്റെ ആദ്യത്തെ ചോദ്യം, ശരണം പ്രാപിപ്പാൻ വന്നവൻ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ദാസൻ. ശരിയാണോ? അതെ, ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു 15 പോയിന്റ്. ബദലിനോടുള്ള സ്മാർട്ട് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മകൻ തിന്നിയും കുടിയനുമാകുന്നു എന്ന് പറയേണ്ടത് ആരോട്? ഓപ്ഷൻസ് വേണോ? ബി 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 മൂപ്പന്മാരോട്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. പട്ടണത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ചോദ്യം ശ്രദ്ധിക്കുക. സ്മാർട്ട് റൗണ്ടിലെ ഗിലിയാദിന്റെ ആദ്യത്തെ ചോദ്യം, എണ്ണി അടുപ്പിക്കുന്നത് ആര്? ന്യായാധിപൻ. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ലഭിച്ചിരിക്കുന്നു 15 പോയിന്റ്. ഉറക്കം പറയുക. 2ഉം 4ഉം 1ഉം 3ഉം മാറ്റി കൊടുക്കാം. അറിയിക്കുന്നു. അതുവേണ്ടി കഴിഞ്ഞ് ഇതുവരെയുള്ള സ്കോർ നിലവാരം നോക്കാം. 1 തിരുവൃത്താന്തം 6:50. അഹരോന്റെ പുത്രൻ സെക്കൻഡിലോട്ട് പോകുന്നു. മെലഡി പാസിംഗ് ആണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. Last segment, reverse segment. Another set of questions for Hebron. Now we'll go for a special program by Sister Joy Mababu. ഇത് ആൻസർ ആദ്യം ആൻസർ പറയുന്നു. ആദ്യം മനോഹരമായ സമ്മാനങ്ങളുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസിയാണ്. സഭാപ്രവർത്തനത്തിലൊക്കെ ഞാൻ നല്ലതുപോലെ ഉണ്ട്. സഭാ പാസ്റ്ററിന്റെ ഇഷ്ടനായിരിക്കുവാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സെക്രട്ടറി ആകുവാനും ഞാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരല്പം ബലഹീനതയുണ്ട്. കേൾക്കണം, ഒരു അല്പം ബലഹീനതയുണ്ട്.
പണത്തോടുള്ള ആർത്തി അഥവാ പണത്തോടുള്ളതായ സ്നേഹം കൂടുതൽ എനിക്കുണ്ട്, അതെൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. എന്നാൽ ദേവദാസൻ എന്നെ വിവേചിച്ചു. അതിൽ ഞാൻ പെട്ടുപോയി. ഞാൻ അടിതെറ്റി. എന്നാൽ ഞാൻ ആര്? എഴുന്നേറ്റ് നിന്ന് ആൻസർ പറയുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കൽ പോലും പെണ്ണ് കാണാൻ ചടങ്ങ് എനിക്ക് നടന്നിട്ടില്ല. കല്യാണ ബ്രോക്കർ എന്നെ കൊണ്ടുപോയി എന്നെ ഒരു വൈമനസ്യവും കൂടാതെ അദ്ദേഹം വിവാഹം കഴിച്ചു. 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട എന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്ലാനിങ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ നടക്കുന്ന സത്യം, എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന്. എന്നാൽ പക്ഷേ എല്ലാ ദിവസവും അച്ചായൻ എന്റെ വൈകത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ജനിച്ചത് ഇരട്ട കുട്ടികളാണ്, കുസൃതി കുട്ടന്മാർ. എന്നാൽ ന്യായാധിപന്മാർ 5-ാം അധ്യായം 21 മുതൽ 25 വരെ വായിക്കും. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ, ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ, ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേന്യനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവർ, കൂടാരവാസി നീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവർ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു, രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. Come and
ദൈവത്തിന്റെ സ്നേഹവും നമ്മെവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഇവരോടും സർവീഷകളുടെ പേരും പൂർണ്ണ വിശുദ്ധന്മാരോടും ഇന്നുള്ള കർത്താവിനെ അതുണ്ടാക്കുമാറാകട്ടെ. ഇന്ന് പൽക്കാലത്തിൽ സ്വന്തം ചെയ്യാം. എല്ലാവരും കർത്താവിനെ അനുഗ്രഹിക്കും.